നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ശുഭകരമായ വാർത്തയല്ല പുറത്തു വരുന്നത്. അത്രയൊന്നും നമ്മൾ കേൾവിയില്ലാത്ത അല്ലെങ്കിൽ അത്രയൊന്നും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര ശുഭകരമല്ല. വരുന്ന വാർത്ത സുഖോയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ രാത്രി ഉടനീളം സുഖോയ് വിമാനത്തെ കാണുന്നില്ല. സുഖോയെ എങ്ങോട്ടേക്കാണ് പോയത്, സുഖോയെ പറത്തിയിരുന്ന പൈലറ്റിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. പൈലറ്റ് അപ്രതീക്ഷിതം തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് തകർന്നു വീണു എന്ന വാർത്ത കൂടി ഇന്ന് രാവിലെ പുറത്തു വരികയാണ്. സുഖോയ് തകർന്നു വീഴുകയും യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ കുറിച്ചുള്ള ഒരു തരത്തിലുമുള്ള വിവരം ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. തെരച്ചിലിനിടെ വിമാനത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. ഈ ഭാഗം പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ്. അസമിലെ ജോർഹട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 7:42 കൂടിയാണ് അവസാനമായി വിമാനത്തിന്റെ സിഗ്നൽ ലഭിച്ചത്. വിമാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വ്യോമസേന അറിയിച്ചിരുന്നു. സുഖോയ് 30 MK1 യുദ്ധവിമാനം റഡാറിൽ നിന്ന് ബന്ധം നഷ്ടപ്പെട്ടെന്നാണ് പ്രതിരോധ വകുപ്പ് അറിയിച്ചത്. വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താനുള്ള വിവരത്തെ തുടർന്ന് പരിശോധന ആരംഭിച്ചതായി ഗുവാഹത്തി പ്രതിരോധ PRO അറിയിച്ചിരുന്നു. വ്യോമസേനയാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തുന്നത്. അസമിലെ കർബി ആങ്കോൾ മേഖലയിലാണ് പരിശോധന നടത്തുന്നത്. വ്യോമസേനയുടെ സുഖോയ് വിമാനം അസമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തെന്നും രാത്രി 7:42 അവസാനമായി ബന്ധപ്പെട്ടതായതെന്നും രക്ഷാദൌത്യം ആരംഭിച്ചതായും വ്യോമസേന ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിരുന്നു. അസമിലെ ഗ്രാമീണ മേഖലയിലെ കുന്നിൻ പ്രദേശത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടതായും പുക ഉയരുന്നത് കണ്ടതായും പ്രദേശവാസികളും പറഞ്ഞിരുന്നു. ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, യുദ്ധവിമാനങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭീതി സൃഷ്ടിക്കുകയാണ്. ഇതിന് പിന്നിൽ ഇറാൻ ആണോ എന്ന് പോലുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. അതേസമയം മധ്യപൂർവ്വ ദേശത്ത് ഇറാനെതിരായ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പിന്നാലെ തന്നെ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ മിഡ്മാൻ 3 പരീക്ഷിച്ച US. ലോകാവസാന മിസൈൽ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട്. ഹിരോഷിമയിലിട്ട അണുബോംബിനേക്കാളും 20 ഇരട്ടിയാണ് ഇതിന്റെ പ്രഹരശേഷി എന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കാലിഫോർണിയയിലെ വണ്ടൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നും മിഡ്മാൻ 3 എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് പരീക്ഷിച്ചത്. അതേസമയം മിസൈൽ പരീക്ഷിച്ചതും നിലവിലെ സംഘർഷവുമായി ബന്ധമില്ലെന്നും മുൻ നിശ്ചയിച്ചത് പ്രകാരമാണ് പരീക്ഷണം നടത്തിയതെന്നുമാണ് US സ്പേസ് ഫോഴ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. 1000-ലേറെ മിസൈൽ സഞ്ചരിച്ച മിസൈൽ മാർഷൽ ഐലൻഡിലെ നിശ്ചിത ലക്ഷ്യത്തിലെത്തിയെന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. മിസൈൽ സംവിധാനത്തിലെ ഘടകങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ GT-255 സഹായിച്ചുവെന്ന് 576ാം ഫ്ലൈറ്റ് ടെസ്റ്റ് സ്ക്വാഡൺ കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ കാരിയറെ വ്യക്തമാക്കി. മിസൈലിന്റെ ആക്രമണം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ആയുധ ശേഖരണത്തിൽ നിർണായക മുതൽക്കൂട്ടാകും മിഡ്മാൻ 3. മണിക്കൂറിൽ 15000 മൈൽ എന്ന വേഗത്തിൽ സഞ്ചരിക്കാൻ മിഡ്മാന് ശേഷിയുണ്ട്. അതായത് ഭൂഖണ്ഡം കടന്നെത്തിയും ശത്രുവിനെ തകർക്കാൻ കഴിവുണ്ടെന്ന ചുരുക്കം. ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വിലയിരുത്തലായിരുന്നു ചൊവ്വാഴ്ചത്തെ പരീക്ഷണമെന്നും കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും US സ്പേസ് ഫോഴ്സിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നവംബറിൽ മിഡ്മാൻ 3 US നേരത്തെ പരീക്ഷിച്ചിരുന്നു. ഇത് വീണ്ടും ആവർത്തിച്ചതോടുകൂടി അമേരിക്കയുടെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചയും സജീവമായിട്ടുണ്ട്. ലോകാവസാന മിസൈൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അമേരിക്കയുടെ ആണവ ആയുധപൂരയിലെ ഏറ്റവും വിനാശകാരിയായ ആയുധമാണ് മിഡ്മാൻ 3. ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇതിന്റെ പ്രഹരശേഷി. ഖര ഇന്ധനമാണ് മിഡ്മാന്റെ മറ്റൊരു കരുത്ത്. ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവും മിഡ്മാനെ കരുത്തനാക്കുന്നുണ്ട്. അതേസമയം ടോർപിഡോ ആക്രമണത്തിലൂടെ അമേരിക്ക മുക്കിക്കളഞ്ഞ ഇറാന്റെ യുദ്ധക്കപ്പൽ IRIS ഡേനയെ രക്ഷിക്കാൻ ഇന്ത്യൻ നേവി വിമാനങ്ങളും കപ്പലുകളും അയച്ചിരുന്നുവെന്നും തിരിച്ചലിന് രക്ഷാപ്രവർത്തനത്തിനും എത്തിയിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. വിശാഖപട്ടണത്ത് വെച്ച് നടന്ന സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടയിലാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക ആക്രമിച്ചതും 87 നാവികർ കൊല്ലപ്പെട്ടതും. ബുധനാഴ്ച 10 മണിയോടെ നേവിയുടെ ദീർഘദൂര മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് P-81 തെരച്ചിൽ നടത്തിയിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയിരുന്നുവെന്നും നേവിയുടെ പ്രസ്താവനയിൽ പറയുന്നു. വിമാനത്തിൽ നിന്ന് ഇട്ടുകൊടുക്കാൻ പാകത്തിൽ ലൈഫ് റാഫ്റ്റുകൾ സഹിതമാണ് ഇന്ത്യൻ സംഘം എത്തിയതെന്നും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ INS തരിങ്കിണി വൈകിട്ട് 4 മണിയോടെ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നുവെന്നും എന്നാൽ അപ്പോഴേക്കും ശ്രീലങ്കൻ നേവി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെന്നുമാണ് കുറിപ്പിലുള്ളത്.
INS ഇക്ഷാക്കും കൊച്ചിയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയതായി തിരിച്ചുവെന്നും കാണാതായവർക്കായി തെരച്ചിൽ നടത്താൻ ഇപ്പോഴും സ്ഥലത്തുണ്ടെന്നും നേവി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് IRIS ഡേരയിൽ നിന്ന് അടിയന്തര സഹായം തേടി സന്ദേശം എത്തിയതെന്നും വിശദീകരണത്തിൽ പറയുന്നു. ശ്രീലങ്കയുടെ സമുദ്ര അധികാരത്തിൽ വരുന്ന ഗലയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കപ്പൽ സ്ഥിതി ചെയ്തിരുന്നത്. ഇറാന്റെ യുദ്ധക്കപ്പൽ മുഖ്യ വിവരം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്താണ് ഇന്നലെ വെളിപ്പെടുത്തിയത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് US മുക്കിക്കളയുന്നത്. നാവികരെ കൊല ചെയ്ത US നടപടിയിൽ കടുത്ത പ്രതികരണമാണ് ഇറാൻ നടത്തിയത്. പാതകത്തിന് കൈപ്പേറിയ തിരിച്ചടി ട്രംപ് അനുഭവിക്കേണ്ടി വരുമെന്നും 130 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി പ്രതികരിച്ചിരുന്നു. മിസൈലിന് കഴിയും, ഒറ്റ കുതിപ്പിൽ തന്നെ ഒന്നിലേറെ ലക്ഷ്യങ്ങൾ ഭേദിക്കാനാകും, അതിന് സാധിക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്.